വെയിറ്റ് ഒന്ന് പോസ് ചെയ്തേ. അവിടെ സൂം ചെയ്തേ. അയാളല്ലോടോ ഇയാളെ സൂം ചെയ്. ആ സാറേ ഇത് കണ്ട ഷാറുഖ് ഖാൻ പ്ലേ. സാറേ സാറിന്റെ കണ്ണിന്റെ അകത്ത് പന്ത് തട്ടി കൊണ്ട് പോയിട്ട് സാർ കണ്ടില്ലല്ലോ സാറേ. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാരും അവിടെ ഉണ്ടായിരുന്നില്ലേ? സാറല്ലേ പറഞ്ഞ ബ്ലാക്ക് ടീഷർട്ടും കറുത്ത ചുറ്റിട്ടുണ്ടെന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് എവിടെ? ഹലോ, കൃഷ്ണനാണ് സാർ. എന്തായി, അവനെ പിടിച്ചോ? താൻ പോടോ, തന്നെ കൊന്നിട്ടാവും പിടിയിലാവും. ഈ ഐഡിയ ഒന്നും ആ തിരുമണ്ടം ദിനേശന്റെ തലയിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് വരാൻ പറഞ്ഞത്. ഇൻവേഡർ ജീപ്പ് ഏത് ടി വി കണ്ടാലും അപ്പം തന്നെ അവിടുത്തെ ട്രാഫിക് പോലീസിനെ വിവരം അറിയിക്കണം. അതിനുള്ള എല്ലാ നമ്പറുകളും റെഡിയാക്കി വെച്ചോ. അതിനൊക്കെ ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട്. പഴയ കാലമൊന്നുമല്ല. അയ്യോ ദിനേഷ് സാർ, അയാളെ ആ കിഴങ്ങനോട് പോയി പണി നോക്കാൻ പറ. ഫോൺ എടുക്കണ്ട. ഹലോ ദിനേഷ് സാർ. ആ അല്ല സാർ, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നത്. ആ ഇപ്പോൾ വരും സാർ. ആ ശരി സാർ, ഓക്കെ സാർ. ആ പാലാരിവട്ടത്തൊരു ഇൻവേഡർ. എവിടെ? നമ്പർ എത്രയാന്നാ പറഞ്ഞേ? KL344111. കൺട്രോൾ റൂം. ഒരു സിൽവർ ഇൻവേഡർ ജീപ്പ് അതുവഴി വരുന്നുണ്ട്. ഒന്ന് ബ്ലോക്ക് ചെയ്യണേ. അതിന്റെ നമ്പർ ഒന്ന് നോക്കി പറയണം. നമ്പർ അതല്ല. ഓക്കെ വിട്ടേക്ക്. ജീപ്പിന്റെ നമ്പർ അടിച്ച് ടിവിയിൽ സെർച്ച് ചെയ്യ്. എല്ലായിടത്തും പോലീസാ. ഇനി നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാ. അയാളുടെ വീട് എവിടെയാണ്? അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? അതൊന്നും വേണ്ട. 2 ദിവസത്തിനുള്ളിൽ അയാളെ കൊണ്ട് നമ്മൾ സത്യാവാങ്മൂലം കൊടുപ്പിക്കും. മോള് വണ്ടി കടയിലേക്ക് വിടും. മോളെ ബ്രോ കുഴപ്പമൊന്നുമില്ലല്ലോ? വണ്ടി ഇടിച്ച് വീഴ്ത്തിട്ട് ബ്രോയോ? ഒരു ബൈക്കും ഇൻവേർട്ടർ ജീപ്പുമാണ്. കാഷ്വാലിറ്റി ഇല്ല. ട്രാഫിക് അല്പം ജാം ആയിട്ടുണ്ട്. ഓവർ. ഇൻവേഡർ ജീപ്പ്, അയാളെ വിളിക്ക്. കൺട്രോൾ റൂം. ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ജീപ്പിന്റെ നമ്പർ ഒന്ന് പറയൂ. മാഡം KL344111. ഓവർ. അതിനകത്ത് എത്ര പേരുണ്ട്? ജീപ്പിൽ 2 പേരേ ഉള്ളൂ. പ്രായമായിട്ടുള്ള ഒരാളും ഒരു പെൺകുട്ടിയും. ആ ജീപ്പ് അവിടെ ഹോൾഡ് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി അവരോട്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു SI ഇപ്പൊ അവിടെ വരും. ഓക്കെ മാഡം. റീന, എടോ കൃഷ്ണൻ പറഞ്ഞ ജീപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാലാരിവട്ടത്ത്. താൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. പിന്നെ സാറ് തറിയണ്ട. ഓക്കെ കൃഷ്ണ പോ. ഇഷാന, ആ ജീപ്പ് ലൊക്കേഷൻ മാറി ആ സ്പോട്ടിൽ തന്നെ അറിയിക്കണം. ഓക്കെ ഓക്കെ സർ. ചേട്ടാ, ഇതാവും വന്ന ജീപ്പ് തന്നെ ആണല്ലോ അല്ലേ? ദിനേഷ് സാറ് പറ്റിയതുപോലെ ആവില്ലല്ലോ എനിക്ക്. ഇല്ല സാർ, വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ വിട്ടോ പോട്ടെ വേഗം. എവിടെ? മെഡിക്കൽ സെന്റർ. കിഡ്നി സ്റ്റോൺ ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ സാറേ? എന്ത്? അല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് വെപ്രാളം കണ്ട് ചോദിച്ചതാ. എന്റെ ഉമ്മ പ്രസവിക്കാൻ കിടക്ക. താൻ വേഗം വണ്ടി വിട്ടെ. ഹലോ സജാദ്, ആ ആ ജീപ്പിന്ന് 2 പേര് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട്. ഓട്ടോയുടെ നമ്പർ പറ. ഓട്ടോയുടെ നമ്പർ വ്യക്തമല്ല. എന്റെ വാപ്പ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് ആ ഓട്ടോയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ സാർ ആ ഫോണിങ് തന്നെ എന്തിനാ? കാര്യമുണ്ട്. ഹലോ ഹലോ, ഞാൻ കൃഷ്ണനാണ് മനാഫെ. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, വണ്ടി നിർത്തുകയും ചെയ്യരുത്. ആ ചേട്ടാ ഒന്ന് കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഇപ്പൊ നിന്റെ വണ്ടിയിലിരിക്കുന്നത് ഒരു കൊലക്കേസിലെ പ്രതിയാ. ചേട്ടാ കുറച്ച്. അവർക്കൊരു സംശയവും തോന്നാത്ത വിധം വേണം പെരുമാറാൻ. പോലീസും ഞാനും പുറകെ വരുന്നുണ്ട്. ഓക്കെ മച്ചാ. ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്നും എവിടെ എത്തിയെന്നും ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ എന്നോട് പറ. ആ മച്ചാ, ഞാൻ മെഡിക്കൽ സെന്റർ വരെ പോവാ. ഒരു ഓട്ടോ കൊണ്ട്. ആ ഇപ്പൊ പള്ളിമുക്കത്തി. ഓക്കെ, ജംഗ്ഷനിൽ എത്തുന്നത് വരെ സ്പീഡ് കുറച്ചു പോകും. ഞങ്ങൾ അവിടെ എത്താം. ആ കുറച്ചുകൂടി വേഗം വിടും ചേട്ടാ. ആ പോവാം സാറേ. ഓട്ടോറിക്ഷയാണ് സാറേ, അല്ലാതെ ഫ്ലൈറ്റ് അല്ല. ദേ, ആ വണ്ടിയാണ്. ഏത്? അതാണോ? ആ ഓട്ടോ. ആ ആ മച്ചാ പറ. ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞ് വലത്തോട്ട് MLA റോഡിലേക്ക് തിരിക്ക്. ഓക്കെ മച്ചാ. ചേട്ടാ അതുവഴിയല്ലേ പോണ്ട് ചേട്ടാ.
സാർ ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ പോയാൽ ബ്ലോക്കില്ല. ആ സജാതെ, റീനെ താനോടെ എത്തി? ഞാൻ ഈ ജോൺസൺ മാസ്റ്റേഴ്സ് പറയുന്ന മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കിടക്കുക. എടോ താങ്ങോട്ട് പോണ്ട, ആ പൈപ്പ് ലൈൻ റോഡ് കയറി MLA റോഡിലേക്ക് വാ. ആ ഓ ശരി ശരി. ഇത് ശരിക്കും ചുറ്റലല്ലേ ചേട്ടാ? ഇവിടെ ബ്ലോക്കില്ല സാറേ, ഈ വഴി പോവാം. താൻ എങ്ങോട്ടേക്ക് പോണേ? ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അവൻ നിങ്ങളുടെ കിണ്ടിയിലല്ല, എൻ്റെ വണ്ടിയിൽ. നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ മതി, എന്നും എപ്പോഴും. മനാഫേ, സാർ. നമുക്കോരോ പോപ്പിൻസ് കഴിച്ചാലോ? യെസ് യുവർ ഓണർ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ പോയിന്റ്സ് പ്ലീസ്. യുവർ ഓണർ, ശ്രദ്ധേയമായ ചില പരസ്യചിത്രങ്ങളിലൂടെ തൻ്റെ കരിയറിൽ വളർന്നുകൊണ്ടിരുന്ന നീനു ഐപ്പ് എന്ന സെലിബ്രിറ്റി മോഡലിനോട് വീട്ടിൽ സ്ഥിരമായി പത്രം എത്തിച്ചിരുന്ന അക്യൂസിഡിനുണ്ടായ ഓവർ ഒബ്സഷൻ. ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. നീനുവിൻ്റെ റൂംമേറ്റ് ആയിരുന്ന PW1 അഞ്ജിത നാരായണൻ ഈ കോടതിയിൽ നൽകിയ മൊഴി പ്രകാരം 2022 ഒക്ടോബർ മാസം 1-ാം തീയതി പ്രതി പത്രത്തിന്റെ ബില്ലുമായി നീനുവിന്റെ വീട്ടിലെത്തി. പ്രതി മടങ്ങി പോയതിനു ശേഷം നീനു അല്പം ഭയം കലർന്ന സ്വരത്തിൽ PW1 പറഞ്ഞത് ആൾ ഓവർ ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു, ഈ മാസത്തോടുകൂടി പത്രം നിർത്തിയേക്കാം എന്നാണ്. നീനു തന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രതിയിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഭ്രാന്തമായ വൈരാഗ്യം ജനിച്ചത്. മോട്ടീവ് ഓഫ് ക്രൈം അതാണ്. 2022 ഒക്ടോബർ മാസം 10-ാം തീയതി വെളുപ്പിന് പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന പ്രതി നീനുവിന്റെ റൂംമേറ്റ് ആയിരുന്ന അഞ്ജിത നാട്ടിലേക്ക് പോകുന്നു കാണാനിടയായി. തുടർന്ന് തന്റെ ബൈക്ക് റോഡിലൊരിടത്ത് വെച്ചതിന് ശേഷം പ്രതി ആ സമയം തന്റെ പതിവ് മോർണിംഗ് വാക്കിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുകയായിരുന്ന PW2 കൃഷ്ണൻ രാജശേഖരന്റെ സ്കൂട്ടറിന് കൈ കാണിക്കുകയും തന്നെ ഫ്രണ്ട്സ് നഗറിൽ ഇറക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു.